Namaste. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ 1 ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. മീമാംസയിൽ നിന്നും വിനിയോഗവിധേഹേ ഷഡ് പ്രമാണേഷു ലിംഗം ഇതി കിം? വിനിയോഗവിധേഹേ ഷഡ് പ്രമാണേഷു ലിംഗം. അർത്ഥസംഗ്രഹത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിധിശ്ചതുർവിധ: ഉത്പത്തിവിധി, വിനിയോഗവിധി, അധികാരവിധി, പ്രയോഗവിധി, ഇങ്ങനെ 4 തരത്തിലാണ് വിധികൾ. അതിൽ വിനിയോഗവിധിയുടെ 6 പ്രമാണങ്ങളിൽ ലിംഗം എന്നാൽ എന്താണ്, ലിംഗം എന്ന പ്രമാണം അതെന്താണെന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: വിശേഷണ സാമർഥ്യം, അർത്ഥസാമർഥ്യം, ശബ്ദസാമർഥ്യം, സംബന്ധ സാമർഥ്യം. ഉത്തരം ശബ്ദസാമർഥ്യം എന്നുള്ളതാണ്. ശബ്ദസാമർഥ്യം ലിംഗം. അർത്ഥസംഗ്രഹത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, അംഗപ്രധാന സംബന്ധ ബോധകോ വിധിർവിനിയോഗവിധി. ഏതസ്യ വിധേഹേ സഹകാരീഭൂതാനി ഷഡ് പ്രമാണാനി. വിനിയോഗവിധിയുടെ സഹകാരീഭൂതങ്ങളായിട്ടുള്ള 6 പ്രമാണങ്ങളാണ് ശ്രുതി, ലിംഗ, വാക്യ, പ്രകരണ, സ്ഥാന, സമാഖ്യ. ഇവകളിൽ ശബ്ദസാമർഥ്യം ലിംഗം. ലിംഗം എന്നാൽ ശബ്ദസാമർഥ്യമാണ്. യഥാഹുഹു സാമർഥ്യം സർവശബ്ദാനാം ലിംഗമിത്യഭിധീയത്തെ. സാമർഥ്യം രൂഢിരേവ. തേന സമാഖ്യാതോ അസ്യാ ഭേദഃ. യൗകിക ശബ്ദസമാഖ്യാതോ രൂഢ്യാത്മക ലിംഗശബ്ദസ്യ ഭിന്നത്വാത്. അതായത് ശബ്ദം 2 തരത്തിലുണ്ട്. യൗകിക ശബ്ദം, രൂഢി ശബ്ദം. ഇപ്പോൾ പങ്കജഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂഢി അർത്ഥമെടുക്കുമ്പോൾ രൂഢ്യർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദമാണ് പങ്കജ ശബ്ദം എന്ന് പറയുമ്പോൾ അവിടെ താമര എന്നർത്ഥം കിട്ടുന്നു. അതല്ല, യൗകികമായിട്ടെടുക്കുമ്പോൾ പങ്കാജായതേ ഇതി പങ്കജഹ എന്ന് പറഞ്ഞ് അതിൻ്റെ അവയവ സമുദായം കൊണ്ട് നമ്മളൊരർത്ഥമെടുക്കുമ്പോൾ ചെളിയിൽ നിന്നുണ്ടാകുന്നത് പങ്കജം എന്ന് പറയുമ്പോൾ അതിനെ താമര എന്ന് മാത്രമല്ല പല അർത്ഥങ്ങൾ പറയാം, ആമ്പൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ശബ്ദസാമർഥ്യം ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂഢി ശബ്ദത്തെയാണ് ലിംഗപ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന ഒരു പ്രമാണമാണ് സമാഖ്യ. അവസാനത്തെ പ്രമാണമാണ് വിനിയോഗവിധിയുടെ 6 പ്രമാണങ്ങളിൽ അവസാനത്തേതായിട്ടുള്ള സമാഖ്യ. അത് യൗകിക ശബ്ദമാണ് സമാഖ്യ എന്ന പ്രമാണം. എന്നാൽ ലിംഗപ്രമാണം രൂഢി ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ലിംഗപ്രമാണവും സമാഖ്യാപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം സ്പഷ്ടമാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു. ബർഹിർ ദേവസദനം ദാമി. ബർഹിഹി ദേവസദനം ദാമി എന്നൊരു മന്ത്രമുണ്ട്. ഈ ഒരു മന്ത്രം കുശലവനം ചെയ്യുന്ന സമയത്ത്, അതായത് ദർഭപ്പുല്ലിനെ മുറിക്കുന്ന, ഖണ്ഡനം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ്. അപ്പോൾ കുശ ശബ്ദത്തിന് ദർഭപ്പുല്ല്, കുശശബ്ദത്തിൻ്റെ രൂഢ്യർത്ഥമാണ് ദർഭപ്പുല്ല് എന്നുള്ളത്. എന്നാൽ കുശശബ്ദത്തിന് യൗകികമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അതാണ് ഉലപ എന്ന് പറയുന്ന, അതും ഒരു തരം പുല്ലാണ്. അപ്പോൾ കുശശബ്ദം കേൾക്കുമ്പോൾ ദർഭപ്പുല്ല് എന്നർത്ഥം എടുക്കണോ അതോ ഉലപ എന്നുള്ള പുല്ല് എന്നർത്ഥം എടുക്കണോ എന്ന സംശയം വരുമ്പോൾ അവിടെയാണ് ഈ ലിംഗപ്രമാണത്തിൻ്റെ പ്രസക്തി. ലിംഗപ്രമാണം എന്ന് പറഞ്ഞാൽ രൂഢി ശബ്ദമാണ്. അപ്പോൾ കുശശബ്ദം കൊണ്ട് അതിൻ്റെ രൂഢ്യർത്ഥമായ ദർഭപ്പുല്ല് എന്ന് തന്നെ എടുക്കണം എന്ന് ബോധിപ്പിക്കുന്നത് ലിംഗപ്രമാണമാണ്. അങ്ങനെ ലിംഗപ്രമാണം ബർഹിർ ദേവസദനം ദാമി എന്ന മന്ത്രത്തിൻ്റെ കുശലവനാംഗത്വം എന്ന മന്ത്രം കുശലവനത്തിൻ്റെ അംഗമാണ് എന്ന് ബോധിപ്പിക്കുന്നു. ആരാണ് ബോധിപ്പിക്കുന്നത്? ലിംഗമെന്ന പ്രമാണമാണ്.
ഇത്രയുമാണ് ഇതിനെപ്പറ്റി ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ വിനിയോഗ വിധേയ ഷഡ്പ്രമാണേഷു ലിംഗം ഇതി കിം എന്ന് ചോദിക്കുമ്പോൾ ശബ്ദ സാമർഥ്യം എന്ന ഉത്തരം.